ദശരഥന് വിശ്വാസം വരുംവണ്ണമാണ് സന്ദേശം എഴുതുന്നത്. അതിന് നിശേഷ വൃത്താന്തങ്ങൾ കുറിക്കാതെ നിവൃത്തിയില്ല. ഉടനെ പുറപ്പെടുക എന്ന് ദശരഥൻ പറയുന്നതിൽ നിന്ന് ആ സന്ദേശം എത്ര വിദഗ്ധമായി കുറിച്ചിട്ടുണ്ടെന്ന് ഊഹിക്കാം. വസിഷ്ഠനും പത്നി അരുന്ധതി ദേവിയും പുറപ്പെട്ടു. ഭാര്യമാരും ഭരതശത്രുഘ്നന്മാരും ചതുരംഗവാഹിനിയോടും കൂടി പുറപ്പെട്ടു. ജനക മഹാരാജാവിൻ്റെ കുലഗുരുവായ ശതാനന്ദനോടും കൂടി. മിഥിലാധിപൻ ദശരഥൻ, വസിഷ്ഠൻ എന്നിവരെ അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചു. രാമലക്ഷ്മണന്മാർ പിതാവിനെ വന്ദിച്ചു. മാതൃജനങ്ങളെയും ശ്രീരാമൻ്റെ പാദാംബോജം അനുജന്മാർ തൊഴുതു. ഭരതനെ ലക്ഷ്മണകുമാരനും ശത്രുഘ്നനും, ശത്രുഘ്നൻ ലക്ഷ്മണ പാദാംബോജവും തൊഴുതു. പിതാവ് ശ്രീരാമനെ വക്ഷസി ചേർത്തു പുണർന്നു. ലക്ഷ്മണനെയും ഗാഢാശ്ലേഷം ചെയ്തു. ഭാരതീയ കുടുംബത്തിൽ നിലനിന്നു പോന്ന പരസ്പര ബന്ധവും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന രംഗം. ഗുരുക്കന്മാർക്കും പിതാക്കൾക്കും കൽപ്പിച്ചിരുന്ന സ്ഥാനം എത്ര വിശുദ്ധമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങളെഴുതിയച്ചിതു. വിശ്രമത്തോടു നട കൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രാമതും. സന്ദേശം കണ്ടു പങ്ക്തി ശന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നൂര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി. ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റു കൊണ്ടാൻ. വന്നിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ദ്യനാം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു. യഥായോഗ്യം ഉർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ. സാമോദം വസിഷ്ഠനാം ആചാര്യ പദാബ്ജവും തൊഴുതു. മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. ശ്രീരാമപാദാംബോജ മനുജന്മാർ തൊഴുതു. ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു. ശത്രുഘ്നനും ലക്ഷ്മണ പാദാംബോജം വക്ഷസി ചേർത്തു. താതൻ രാമനെ
പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ.